വെൽക്കം ടു ടെക് UGC ക്രാക്കർ. ഇന്നത്തെ ക്ലാസ്സിൽ ലോജിക് ഗേറ്റ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാ മെഷീനറീസും ലോജിക് സർക്യൂട്ട് വെച്ചാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ലോജിക് സർക്യൂട്ട് എന്ത് വെച്ചാണ് ബിൽഡ് ചെയ്തേക്കുന്നത്? ലോജിക് ഗേറ്റ്സ് വെച്ച്. അപ്പോൾ എന്ത് പറയും? ലോജിക് ഗേറ്റ്സ് ആർ പ്രൈമറി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ഡിജിറ്റൽ സർക്യൂട്ട് ആൻഡ് സിസ്റ്റംസ്. ലോജിക് ഗേറ്റിന് രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ലോജിക് ഗേറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് പെർഫോം ലോജിക് ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി എയ്തർ ട്രൂ ഓർ ഫോൾസ്. ഇൻപുട്ട് ഏതാണോ കിട്ടുന്നത് അതിൻ്റെ ബേസിലാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ബൂളിയൻ മാത്തമാറ്റിക്സ് ബേസ് ചെയ്താണ് ലോജിക് ഗേറ്റ് വർക്കാവുന്നത്. മെയിനായിട്ടും ലോജിക് ഗേറ്റ്സ് 3 ടൈപ്സ് ആണ്: ബേസിക് ലോജിക് ഗേറ്റ്സ്, യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് ലോജിക് ഗേറ്റ്സ്. ബേസിക് ലോജിക് ഗേറ്റ്സ് നമുക്കെല്ലാം അറിയാം: ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ്. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്ത് മറ്റെല്ലാ ലോജിക് ഗേറ്റ്സുകളെയും കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ഡിറൈവ്ഡ് ലോജിക് ഗേറ്റ്സ്, എക്സോർ ഗേറ്റ് ആൻഡ് എക്സ്നോർ ഗേറ്റ്. ഇത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. നാൻഡ് ഗേറ്റ്, it performs the logical multiplication of input applied to it. A B രണ്ട് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ AB ഔട്ട്പുട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യും. It generates a high or logic 1 output only when all inputs applied to it are high or logic 1. Otherwise, the output of the AND gate is low or logic 0. ഇൻപുട്ട് രണ്ടും ഹൈ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇൻപുട്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആവുകയോ രണ്ട് ഇൻപുട്ടും ലോ ആവുകയോ ചെയ്താൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ബോത്ത് ഇൻപുട്ട്സും ഹൈ ആണെങ്കിൽ മാത്രം ഹൈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ലോജിക് 1. ദെൻ ട്രൂത്ത് ടേബിൾ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, ഇൻപുട്ട്സ് 0 0ക്ക് ഔട്ട്പുട്ട് 0, 0 1 0, 1 0 0, 1 1 1. 7008 പിൻ ഔട്ട്പുട്ട്. ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് 7408 IC ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് 7408ൻ്റെ IC ആണ്. ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന 4 ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ്. 14 പിൻസ് ഉണ്ട്. ഓർ ഗേറ്റ്, ലോജിക് ഗേറ്റ് വിച്ച് പ്രൊഡ്യൂസ് എ ലോ ഓർ ലോജിക് 0 ഔട്ട്പുട്ട് only when its all inputs are low or logic 0. ഏതെങ്കിലും ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിലും ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിട്ടായിരിക്കും. രണ്ട് ഇൻപുട്ടും ലോ ആണെങ്കിൽ മാത്രം, അതായത് 0 ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് 0 ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. The primary function of the OR gate is to perform the logical sum operation. ആൻഡ് ഗേറ്റിലാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, AB ആയിരുന്നു. ഇവിടെ സം ആണ്, y = a + b. ട്രൂത്ത് ടേബിൾ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ 1 പ്രൊഡ്യൂസ് ചെയ്യും. 0 0 0, 0 1 1, 1 0 1, 1 1 1. 7432 IC ആണ് ഓർ ഗേറ്റിൻ്റെത്. മറ്റേ ആൻഡ് ഗേറ്റിൻ്റെ 7402 ആയിരുന്നു. ഇതിലും അതേ കണക്ക് 4 ഓർ ഗേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് 7432 ICയിൽ. ദെൻ നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിനെ ഇൻവെർട്ടർ എന്നും പറയും. നോട്ട് ഗേറ്റ്
എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോംപ്ലിമെൻ്റ് ഗേറ്റ് എന്നും പറയാം. This logic gate used to perform complement of an input signal applied to it. NOT gate takes only one input. The NOT gate is also known as inverter. നോട്ട് ഗേറ്റിന് ഒരു ഇൻപുട്ടിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ആൻഡിലും ഓറിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇൻപുട്ട് വേണം. പക്ഷെ നോട്ട് ഗേറ്റിന് ഒരു ഇൻപുട്ടിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രൂത്ത് ടേബിൾ 1 0 0 1. ദെൻ ഇത് 7404 IC ആണ്. ഈ 7404 IC നോട്ട് ഗേറ്റ് വെച്ചാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 14 പിൻസ് ഉണ്ട്. 6 നോട്ട് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ദെൻ നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റും ഒരു നോട്ട് ഗേറ്റും കൂടെ ചേർന്നതാണ്. The NAND gate performs the inverted operation of the AND gate. NAND gate produces a low or logic 0 output only when its all inputs are high or logic 1. നമ്മൾ ആൻഡ് ഗേറ്റിൽ എന്താണോ പെർഫോം ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നാൻഡ് ഗേറ്റിൽ പെർഫോം ചെയ്യുന്നത്. ആൻഡിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർന്നത്. ആൻഡ് ഗേറ്റിൻ്റെ ഒരു സൈഡിൽ ബബിള് വരുന്നതാണ് നാൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൽ എന്തായിരുന്നു, ബോത്ത് ഇൻപുട്സും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആകത്തുള്ളൂ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. ബോത്ത് ഇൻപുട്സും ഹൈ ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 0 ആയിരിക്കും, ലോ ആയിരിക്കും. അല്ലാത്ത എല്ലാ കണ്ടീഷനിലും ഹൈ ആയിരിക്കും. ട്രൂത്ത് ടേബിൾ നോക്കാം. 0 0 1 0 1 1, 1 0ക്കും 1, 1 1 വരുമ്പോൾ മാത്രം 0. അപ്പം നാൻഡ് ഗേറ്റ് 0 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോത്ത് ഇൻപുട്സ് 1 ആകുന്ന കണ്ടീഷനിൽ മാത്രമായിരിക്കും. ദെൻ 7400 IC നാൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന IC 7400. ഇതിലും 4 നാൻഡ് ഗേറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തും നോർ ഗേറ്റ് യൂസ് ചെയ്തും നമുക്ക് മറ്റെല്ലാ ഗേറ്റുകളെയും കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അത് യൂണിവേഴ്സൽ ഗേറ്റ് ആയതുകൊണ്ട് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് നോട്ട് ഗേറ്റിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഇൻപുട്ട് തന്നെ നാൻഡ് ഗേറ്റിൻ്റെ 2 ഇതിലോട്ടും കൊടുക്കും. അപ്പം നോട്ട് ഗേറ്റ് കണക്ക് വർക്കാവും. ഇനി നാൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് ആൻഡ് ഗേറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നാൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് അതർ ഗേറ്റ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുള്ളതും ചോദിക്കാറുണ്ട്. അപ്പം 2 നാൻഡ് ഗേറ്റ് വേണം ഒരു ആൻഡ് ഗേറ്റിന്. നാൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡിൻ്റെ കോംപ്ലിമെൻ്റ് അല്ലേ, ഒന്നും കൂടെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ തിരിച്ച് ആൻഡ് കിട്ടും. നോട്ട് ഗേറ്റിന് ഒരു നാൻഡാണ് യൂസ് ചെയ്തിരുന്നത്, ആൻഡ് ഗേറ്റിന് 2 നാൻഡ്. ദെൻ ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നാൻഡ് നോട്ടിന് പകരം നമ്മൾ ഒരു ഇൻപുട്ട് തന്നെ 2 ആയിട്ട് കൊടുക്കുന്നത്, അതുപോലെ 2 നോട്ടിൻ്റെ എടുത്തതിന് ശേഷം അത് 2 കൂടെ ഒരു നാൻഡ് ഗേറ്റിലോട്ട് കൊടുക്കും. അതാണ് ഓറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പം 3 നാൻഡ് ഗേറ്റാണ് ഓർ ഗേറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എക്സോർ. 4 നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് എക്സോർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഒരു നാൻഡ് 2ൻ്റെയും എയും ബിയും ഡയറക്റ്റ് കൊടുക്കും. ദെൻ അടുത്ത ഇതിൽ ഈ നാൻഡിന് കിട്ടുന്ന ഈ ഔട്ട്പുട്ടായിരിക്കും ഓരോ ഇൻപുട്ടായിട്ട് വരുന്നത്. പിന്നെ എയും ബിയും ഡയറക്റ്റ് കൊടുക്കും. ഫൈനലി കിട്ടുന്നത് ഒരു നാൻഡ് ഗേറ്റിലും കൂടെ കടത്തിവിടുമ്പോൾ കിട്ടുന്നതാണ് എക്സോർ. ദെൻ എക്സ്നോർ. എക്സോറിൻ്റെ തന്നെ ഒരു നോട്ടും കൂടെ ചേരുമ്പോൾ എക്സ്നോർ ആവും.
അപ്പം ഇതിൽ എക്സോറിന് 4 നാൻഡ് ഗേറ്റുകൾ യൂസ് ചെയ്യും. എക്സ്നോറിനാണെങ്കിൽ 5 നാൻഡ് ഗേറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നോറ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡും നോട്ടും കൂടെ ചേർന്നതാണ്. നോറെന്ന് പറഞ്ഞാൽ ഓറും നോട്ടും കൂടെ ചേർന്നതാണ്. ഓറിൻ്റെ കോംപ്ലിമെൻ്റാണ് നോറ്. എ നോർ ഗേറ്റ് gives a high or logic 1 output only when its all input are low or logic 0. ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇതിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിൽ നോർ ഗേറ്റ് ഗീവ്സ് ഹൈ ഓർ ലോജിക് 1 output only when its all input are low or logic 0. 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ മാത്രമേ ഇതിലൊരു ഹൈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ട്രൂത്ത് ടേബിൾ നോക്കും. 0 ആണെങ്കിൽ മാത്രം 1 പ്രൊഡ്യൂസ് ചെയ്യും. അല്ലാത്ത എല്ലാ കേസിലും 0 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ 7402 IC നോർ ഗേറ്റ് യൂസ് ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്ത്. ദെൻ നോർ ഗേറ്റ് യൂസ് ചെയ്ത് നോർ ഗേറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ഒരു നോർ ഗേറ്റിന് ആവശ്യം. നാൻഡ് ഗേറ്റ് കണക്ക് തന്നെ ഒരു നോർ ഗേറ്റ് യൂസ് ചെയ്ത് നോട്ട് കൺസ്ട്രക്റ്റ്. ദെൻ ഓർ ഗേറ്റ് നോർ ഗേറ്റിനെ ഓർ ഗേറ്റ് ആക്കുന്നത് 2 നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ്. നാൻഡ് യൂസ് ചെയ്ത് ആൻഡ് ആക്കുമ്പോൾ 2 നാൻഡ് ഗേറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർ ഗേറ്റ് യൂസ് ചെയ്ത് ഓർ ഗേറ്റ് ആക്കുമ്പോൾ 2 നോർ ഗേറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. നോർ ഗേറ്റ് യൂസ് ചെയ്ത് ആൻഡ് ഗേറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ 3 നോർ ഗേറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. നാൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് ഓർ ഗേറ്റ് ആക്കുമ്പോൾ 3 നാൻഡ് ഗേറ്റുകൾ യൂസ് ചെയ്യും. നോർ ഗേറ്റ് വെച്ചിട്ട് ആൻഡ് ഗേറ്റ് ആക്കുമ്പോൾ 3 നോർ ഗേറ്റുകൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ എക്സ് ഓർ 5 നോർ ഗേറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് എക്സോർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. എക്സ്നോറിനാണെങ്കിൽ 4 എണ്ണം. നാൻഡ് യൂസ് ചെയ്ത് എക്സോർ വയ്ക്കാൻ 4 നാൻഡും നോറാണെങ്കിൽ 5. അതുപോലെ തന്നെ എക്സ്നോറ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ നാൻഡ് ആണെങ്കിൽ 5 എണ്ണം യൂസ് ചെയ്യും. നോറാണെങ്കിൽ 4 എണ്ണം യൂസ് ചെയ്യും. ദെൻ എക്സോർ which is used in digital circuit to perform modulo sum. It is also referred to as exclusive OR gate, XOR gate. The output of the XOR gate is logic 1 or high when its inputs are dissimilar. ഇതിൻ്റെ ഇൻപുട്ടുകൾ ഡിസിമിലർ ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇതിൻ്റെ ഇൻപുട്ടുകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഇതിനെ എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി എന്നും പറയാം. ദ നമ്പർ ഓഫ് വൺസ് ഈസ് ഈവൻ. ദ ഔട്ട്പുട്ട് ഓഫ് ഇത് പിന്നെ നോക്കാം. ട്രൂത്ത് ടേബിൾ നോക്ക്. 0 ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതായത് 2 ഇൻപുട്ടുകളും സെയിം ആണ്, 0 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് 0 എന്ന്. 0 1 ആകുമ്പം ഔട്ട്പുട്ട് 1 വന്നു. അതുപോലെ തന്നെ 1 0 ആകുമ്പം ഔട്ട്പുട്ട് 1. ഡിസിമിലറായിട്ട് 2 ഇൻപുട്ടുകളും ഡിസിമിലറായിട്ട് വന്നപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയി. ലാസ്റ്റ് 2 ഇൻപുട്ടുകളും 1 ആണ്, സെയിം ആയിട്ട് വന്നപ്പോൾ ഔട്ട്പുട്ട് 0 ആയി. Then if the number of ones is even, the output of the XOR gate is equal to 0. ഇവിടെ ഒരു 1 ആണ്. ഒരു 1 എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. ഓഡ് നമ്പർ ഓഫ് വൺസ് ആയപ്പോഴത്തേക്കിനും ഔട്ട്പുട്ട് 1 ആയി. ഈ ലാസ്റ്റ് കേസിൽ 2 1 ആണ്. അപ്പം 2 1 ആകുമ്പോൾ ഈവൻ നമ്പർ ഓഫ് വൺസ് ആയല്ലേ. ഈവൻ നമ്പർ ഓഫ് വൺസ് ആകുമ്പോൾ ഔട്ട്പുട്ട് 0 വന്ന്. ഇനിയിപ്പം 3 ഇൻപുട്ടുള്ള XOR ഗേറ്റ് ആണെങ്കിൽ ഇത് തന്നെ. ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, ഹൈ ആയിരിക്കും. ഈവൻ നമ്പർ ഓഫ് വൺസ് ആകുമ്പോൾ ഔട്ട്പുട്ട് 0 അല്ലെങ്കിൽ ഹൈ ആയിരിക്കും. അല്ല, സ്ലോ ആയി, സോറി. ഈവൻ നമ്പർ ഓഫ് വൺസ് വരുവാണെങ്കിൽ ഔട്ട്പുട്ട് 0 അല്ലെങ്കിൽ ലോ ആയിരിക്കും. ഓഡ് നമ്പർ ഓഫ് വൺസ് വരുവാണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇപ്പം 3 ഇൻപുട്ടുള്ള ABC എന്നുണ്ടെങ്കിൽ 1 1 1 വരുവാണെങ്കിൽ ഔട്ട്പുട്ട് 1 വരും. ഇനി 1 1 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇഫ് ദ നമ്പർ ഓഫ് വൺസ് ഈസ് ഈവൻ, ദ ഔട്ട്പുട്ട് ഓഫ് ദ XOR ഗേറ്റ് ഈസ് ഈക്വൽ ടു 0. ഇഫ് ദ നമ്പർ ഓഫ് വൺസ് ഈസ് ഓഡ്, ദ ഔട്ട്പുട്ട് ഓഫ് ദ XOR ഗേറ്റ് ഈസ് 1. Then XNOR. The XNOR എന്ന് പറഞ്ഞാൽ XORൻ്റെ കോംപ്ലിമെൻറ്റ് വരും. The XNOR gate is another type of special purpose logic gate used to implement exclusive operation in digital circuit. The output of the XNOR gate is high or logic 1 only when it has similar inputs. XOR ഗേറ്റിൽ എങ്ങനെയാണെന്ന് ഡിസ്സിമിലർ ഇൻപുട്ട്സ് വന്നാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റാണ് XNORൽ. ഇൻപുട്ട്സ് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇൻപുട്ട് ഡിസ്സിമിലർ ആണെങ്കിൽ XNOR ഗേറ്റിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇത് തിരിഞ്ഞു പോകരുത്. ആദ്യത്തെ കേസ് XOR ഗേറ്റിലാണ് ഡിസ്സിമിലർ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. XNOR ഗേറ്റിലാണെന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഇൻപുട്ടാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. ട്രൂത്ത് ടേബിൾ 0 0 വരുമ്പം ഔട്ട്പുട്ട് 1, 0 1 ആവുമ്പം ഔട്ട്പുട്ട് 0, 1 0ക്ക് ഔട്ട്പുട്ട് 0, 1 1ന് ഔട്ട്പുട്ട് 1. നമ്മൾ ഈ XOR ഗേറ്റിൻ്റെ ഇതിൽ പറഞ്ഞ കണക്ക് നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ XOR ഗേറ്റിൽ 0 ആയിരിക്കും. XNOR ഗേറ്റിലാണെങ്കിൽ നമ്പർ ഓഫ് വൺസ് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഓടാണെങ്കിൽ 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നോക്കുക, നമ്പർ ഓഫ് വൺസ് 0 0 0 1, അതിൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഓടാണ്, ഔട്ട്പുട്ട് 0. 1 0യിലും നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓടാണ്, ഔട്ട്പുട്ട് 0. ലാസ്റ്റ് 1 കേസിൽ 2 ഇൻപുട്ട്സും 1 ആണ്. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് വൺസ് ആയപ്പം ഔട്ട്പുട്ട് ഹൈ ആയി. ദെൻ ബഫർ. നമ്മുടെ 2 നോട്ട് ഗേറ്റുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരു ബഫർ എന്ന് വിളിക്കാം. താങ്ക് യു. ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.